ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബോർഡർ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ മാർജിനും പാഡിങ്ങും ആ 3 പ്രോപ്പർട്ടിയാണ് CSS പ്രോപ്പർട്ടീനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തേക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് ഞാനൊരു ഡിവ് ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. ഡിവ് ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡിവിഷൻ, അതായത് ഒരു ഡിവിഷൻ്റെ ഉള്ളിൽ ഡിവൈഡർ കൊടുത്തിട്ട് ഒരു ഡിവിഷൻ്റെ ഉള്ളിലായിട്ട് കണ്ടന്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഡിവ് ടാഗ് കൊടുത്തിട്ട്. ഇപ്പം ഞാൻ ഒരു ഡിവ് ടാഗിൻ്റെ അകത്തൊരു ഹെഡിങ്ങും ഒരു പാരഗ്രാഫും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഡിവിൻ്റെ ഉള്ളിൽ കൊടുത്തേക്കുന്ന കണ്ടന്റിന് നമുക്കൊരു ബോർഡർ കൊടുക്കാം. അപ്പോൾ അത് ആദ്യം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇന്റേണൽ ആയിട്ടാണ് ചെയ്യുന്നത്. അത് നോർമലി അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ ഇന്റേണൽ എക്സ്റ്റേണൽ CSS എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു. പക്ഷെ ഇത് ഒരേ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ്, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇന്റേണൽ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ സ്റ്റൈൽ ടാഗിൻ്റെ ഉള്ളിൽ ഡിവിനാണ് കൊടുക്കാൻ പോകുന്നത്. ഡിവിന് ബോർഡർ കൊടുക്കാം. അപ്പോൾ ബോർഡർ കൊടുക്കുമ്പോഴത്തേനും നമുക്ക് ബോർഡർ വിഡ്ത്ത്, ബോർഡറിന് എത്ര വിഡ്ത്ത് വേണമെന്നുള്ളത്, എത്ര പിക്സൽ വേണമെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ദെൻ ബോർഡർ സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് സോളിഡ് ലൈൻ ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഡോട്ടഡ് ലൈൻ ആണോ വേണ്ടത്, ഡാഷ്ഡ് ലൈൻ ആണോ വേണ്ടതെന്ന്. സോളിഡ് ആണെങ്കിൽ സോളിഡ് കൊടുക്കുക, ഡോട്ടഡ് ആണെങ്കിൽ ഡോട്ടഡ് എന്ന് പറഞ്ഞു കൊടുക്കുക, ഡാഷ്ഡ് ആണെങ്കിൽ ഡാഷ്ഡ്, അതുപോലെ തന്നെ ഡബിൾ ലൈൻ ആണെങ്കിൽ ഡബിൾഡ് എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. പിന്നെ കൊടുക്കേണ്ട ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ബോർഡർ കളറാണ്. ഏത് കളറിലാണ് നമുക്ക് ബോർഡർ വേണ്ടതെന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ബോർഡർ കളർ കൊടുക്കുക. ഞാൻ ബ്ലാക്ക് ആണ് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബോർഡർ കിട്ടും. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ബോർഡറിന്റെ ഉള്ളിലായിട്ടാണ് ഇപ്പോൾ കണ്ടന്റ് വ്യൂ ആയിട്ട് വരുന്നത്. ഇനി എക്സാമ്പിൾ, ഇത് നമുക്ക് ഷോർട്ട് ഹാൻഡ് മെത്തേഡായിട്ടും കൊടുക്കാം. അതായത് ഇത് മൂന്ന് ലൈനായിട്ട് കൊടുക്കുന്നതിന് പകരം കോഡ് ഇച്ചിരി കൂടി സിംപ്ലിഫൈ ചെയ്ത് ഷോർട്ട് ഹാൻഡ് മെത്തേഡിൽ കൊടുക്കുക. അപ്പോൾ കൊടുക്കേണ്ട പ്രോപ്പർട്ടി നെയിം എന്ന് പറയുന്നത് ബോർഡർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നെയിമാണ്. അതിൻ്റെ ഇതൊക്കെ 3 വാല്യൂ ആണ് പാസ് ചെയ്യേണ്ടത്. ഒന്ന് അതിന്റെ തിക്നെസ് എത്രയാണെന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ദെൻ അതിന്റെ ഏതാണ് സ്റ്റൈൽ എന്ന് കൊടുക്കുക, സോളിഡ് ആണെങ്കിൽ സോളിഡ്. അതുപോലെ തന്നെ പിന്നെ എന്തെന്നാ അതിന്റെ കളർ ഏതാണെന്ന് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ ഈ സോളിഡ് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒന്ന് കാണിക്കുക, ഇല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് മനസ്സിലാകത്തില്ല. നമ്മളിപ്പോൾ രണ്ടും ചെയ്തപ്പോൾ രണ്ടും സെയിം ഔട്ട്പുട്ട് തന്നെ സെയിം ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും. ബ്ലൂ എന്നും പറഞ്ഞു കൊടുക്കും. ഇത് നമുക്ക് ഒരു ഡോട്ടഡ് ആയിട്ടുള്ള 1px ഡോട്ടഡ് ആയിട്ടുള്ള ഒരു ലൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് 1px കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ടാണ് അത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. ഞാനൊരു 3px കൊടുത്തു നോക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ബോർഡർ കൊടുക്കാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇതിപ്പോൾ നമുക്ക് എന്തിനു വേണമെങ്കിലും ബോർഡർ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഒരു ഡിവിൻ്റെ ഉള്ളിൽ ഒരു ഹെഡിങ് പാരഗ്രാഫായിട്ട് കൊടുത്തു എന്നാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഫോമിന് ബോർഡർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ എന്നതാ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ഇമേജ് കൊടുത്തിട്ട് ഇമേജും പിന്നെ അതിൻ്റെ താഴെ ഒരു ഹെഡിങ്ങും വരുന്നത്, അതിന് ബോർഡർ കൊടുക്കാം. അതെങ്ങനെയാണ് നിങ്ങളുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഡിവിലാക്കിയിട്ട് അതിന് ബോർഡർ കൊടുത്ത് ചെയ്യാവുന്നതാണ്. ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മാർജിനാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. മാർജിൻ എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം നമ്മൾ ബോർഡർ ചെയ്തേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർലി മനസ്സിലാവും മാർജിനും പാഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. മാർജിൻ എന്ന് പറയുമ്പോഴത്തേനും നമുക്കിപ്പോൾ ഈ ഒരു ബോർഡറിന്റെ വെളിയിലുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർജിൻ കൊടുക്കുന്നത്. അതേസമയം നമ്മൾ പാഡിങ് കൊടുക്കുന്നത് അതിൻ്റെ ഉള്ളിലെ കണ്ടന്റും ആ ബോർഡറും തമ്മിലുള്ള ആ ഒരു സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പാഡിങ് കൊടുക്കുന്നത്. അപ്പോൾ മാർജിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മാർജിൻ ടോപ്പ്, റൈറ്റ്, ബോട്ടം ആ ഒരു ഇതിൽ കൊടുക്കാം. അത് എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാം 20px ആക്കി കൊടുക്കാൻ പോവാണ്. ടോപ്പ് കൊടുത്ത് റൈറ്റ് കൊടുക്കുക, 20px എടുക്കുക, ലെഫ്റ്റ് കൊടുത്ത് 20px. ഇനി മാർജിൻ ബോട്ടമാണ് ബാക്കിയുള്ളത്, അതും കൂടി കൊടുക്കുക. ഇത് ഞാൻ സെയിം ആക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ സെയിം ആക്കി കൊടുക്കണമെന്നില്ല. നമുക്ക് എത്രയാണോ അതിൻ്റെ അകത്തൊരു സ്പേസിങ് അഡ്ജസ്റ്റ്മെന്റ് വേണ്ടത് ആ ഒരു രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. ഞാൻ സെയിം ആക്കി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഇതിൻ്റെ ആ ഒരു ബോർഡറിൻ്റെ വെളിയിലായിട്ട് ഒരു സ്പേസ് വന്നു, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഇതും ഞാൻ പറഞ്ഞ മാതിരി നമുക്കിങ്ങനെ ബോർഡർ ചെയ്ത പോലെ ഒരു ഷോർട്ട് ഹാൻഡ് മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർജിൻ എന്ന് പറയുന്ന ഒറ്റ ഇത് കൊടുത്താൽ മതി.
പ്രോപ്പർട്ടി കൊടുത്താൽ മതി. എന്നിട്ട് അതിനകത്തേക്ക് നാല് വാല്യൂം പാസ് ചെയ്യണം. അതായത് ടോപ്പ് എത്രയാണ്, ടോപ്പ്, റൈറ്റ്, ബോട്ടം, ലെഫ്റ്റ്, അതാണ് അതിൻ്റെ ഒരു ഓർഡർ വരുന്നത്. ഞാൻ വേറെ വേറെ ആയിട്ട് കൊടുക്കാം. 20px കൊടുത്തു. പിന്നെ 30px, റൈറ്റ്, ബോട്ടം 40px, ലെഫ്റ്റ് 50px. ഓക്കെ, അങ്ങനെ കൊടുക്കാം ഷോർട്ട് ഹാൻഡ് മെത്തേഡിൽ. ഇപ്പൊ ആ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് വന്നേക്കുന്നത്. ടോപ്പ് 20, ഇത് 30, പിന്നെ താഴെ 40. അത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ താഴെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിനെത്ര വന്നേ, അത് ചേഞ്ച് ആയോ എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. താഴെ ഒരു ഡിവും കൂടി ഉണ്ടായിരുന്നു വെച്ചാൽ മനസ്സിലാകാനായിരുന്നു. പിന്നെ ലെഫ്റ്റ് 50 അത്രയാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് പാഡിങ് കൊടുക്കാം. പാഡിങ് കൊടുക്കാനും ഈ പറഞ്ഞ മാതിരി പാഡിങ് ടോപ്പ്, റൈറ്റ്, ലെഫ്റ്റ്, ബോട്ടം അങ്ങനെയും കൊടുക്കാം. അല്ലെങ്കിൽ ഷോർട്ട് ഹാൻഡ് മെത്തേഡ്. ഇപ്പൊ ഞാൻ ഷോർട്ട് ഹാൻഡ് മെത്തേഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. മാർജിൻ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ടോപ്പ്, റൈറ്റ്, ലെഫ്റ്റും ബോട്ടം ആക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ഷോർട്ട് ഹാൻഡ് മെത്തേഡിൽ ടോപ്പിൽ റൈറ്റ്, ബോട്ടം, ലെഫ്റ്റ് ആ ഒരു ഓർഡറിലും കൊടുക്കാം. ഞാൻ സെയിം ഒരു വാല്യൂസ് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു അഡ്ജസ്റ്റ്മെന്റ് വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ ഉള്ളിലേക്കുള്ള, അതായത് കണ്ടന്റും ഈ ബോർഡറും തമ്മിലുള്ള, ബോർഡർ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ അത് മനസ്സിലാക്കി വെച്ചേക്കണം. അതായത് എന്താന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു കണ്ടന്റിന്റെ ഉള്ളില് അത് എത്ര ഉള്ളിലേക്ക് കണ്ടന്റ് വരണം എന്നുള്ളതാണ് പാഡിങ്. പുറത്ത് എത്ര സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് മാർജിൻ എന്ന് പറയുന്ന കാര്യം. അപ്പൊ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ബോർഡറും മാർജിനും പാഡിങ്ങും ആയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.